അത് ഞാൻ അബ്ദു പൊയിലഗ്രഫാം. ഞാനുള്ളത് ഇന്ന് കർണാടകത്തിൽ ബേഗൂര്, ഗുണ്ടൽപേട്ടൻ്റെയും മൈസൂരിലെ ഒരു സ്ഥലമാണ്. മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 ഏക്കർ സ്ഥലമാണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് വാങ്ങിച്ച 14 പേരുണ്ട്, 24 ഷെയർ. ഇത് രത്നഗിരി ആപ്പൂസ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് സിന്ധുദുർഗിൽ ഉള്ളൊരു മാങ്ങയാണ്. ദേവഡ ആപ്പൂസ് എന്ന് പറയും, രത്നഗിരി ആപ്പൂസ് എന്ന് പറയും, രത്നഗിരി അൽഫോൺസ എന്ന് പറയും. ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ സിന്ധുദുർഗിലാണെങ്കിൽ നല്ല മധുരമായിരിക്കും, ഇവിടെ അത്ര തന്നെ പോരാ, ഇതിനേക്കാളും മധുരം കുറവായിരിക്കും കേരളത്തിൽ നല്ല കായ്ക്കുന്നൊരു മാവാ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഈ കളർ വരും. ഇതുണ്ടോ, ഇത് പച്ച പറിക്കുകയാണ് നിങ്ങൾ. ഇത് 2ാമത്തെ ഹാർവെസ്റ്റിംഗ് ആണ്. നേരത്തെ ഒന്ന് പറിച്ചു കഴിഞ്ഞാണ്. ഇതിലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. മല്ലിക അടുത്ത മാസം മല്ലികയുണ്ട്, ഇതുപോലെ മല്ലികയും കായ്ച്ചിട്ടുണ്ട്. ഓക്കെ ബായ്. ഇത് നിങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ തോട്ടം ചെയ്യാൻ പറ്റും. കർണാടകത്തിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരു 10 ആളോ ഒരു 20 ആളോ കൂടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് നല്ല മാങ്ങ, വിഷരഹിത മാങ്ങ. ഇതിൽ നമ്മൾ ഒരു വിഷം യാതൊന്നും മരുന്നടിക്കുന്നില്ല, കെമിക്കലൊന്നും ചെയ്യുന്നില്ല. പക്ക സാധനം ഇങ്ങനെ കടിച്ചു തിന്നാൻ പറ്റിയ സാധനമാണേ, വേറെ ഒരു വിഷമില്ല. നല്ല മാങ്ങ തിന്നണമെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് കർണാടകയിൽ നിങ്ങൾ കൃഷി ചെയ്തോളി. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഉണ്ടോ, ഇതിങ്ങനെ കമ്പടിക്കുക. ഇത് പ്രൂണിങ് കൂടെയാണ്, ഇങ്ങനെ ഒടിച്ചെടുക്കും, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കുത്തും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, യാതൊരു പുഷും ഉണ്ടാവില്ല. ഇത് നമ്മൾ കാർബൺ ഒന്നും ഇടാതെ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യും. ബോക്സിലാക്കിയിട്ടാണ് ഓരോ പാർട്ട്ണർമാർക്കും വീതിട്ട് കൊടുക്കുന്നത്. അവർ സ്വന്തം കഴിക്കുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ തോട്ടമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിൽ തൈകളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് നഴ്സറി ഉണ്ട്, കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ്. ഓക്കെ, ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഫോൺ ചെയ്താൽ എടുക്കില്ല, നമ്പർ കൊടുക്കുക. ഓക്കെ, ബായ്.